ട്രേഡിംഗിലൂടെ കോടികൾ തട്ടിയ കേസിൽ പ്രധാന പ്രതികളിൽ ഒരാൾ പിടിയിൽ. മുംബൈ ഗ്രാൻഡ് റോഡിൽ അർബലൈനിൽ ക്രിസ്റ്റൽ ടവറിൽ ജാബിർ ഖാനെയാണ് ആലുവ സൈബർ പോലീസ് സ്റ്റേഷൻ ടീം അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ ട്രേഡിംഗിലൂടെയും ടാസ്കിലൂടെയും വൻതുക ലാഭം ലഭിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച കാലടി മാണിക്യമംഗലം സ്വദേശിയിൽ നിന്നും 51 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. ഇതിൽ 32 ലക്ഷം രൂപ പ്രതിയുടെ വ്യാജമായി നിർമ്മിച്ച കമ്പനിയിലേക്കാണ് നിക്ഷേപിച്ചത്. ഇയാൾ ഇത്തരത്തിൽ നിരവധി വ്യാജ കമ്പനികളാണ് രൂപീകരിച്ചിട്ടുള്ളത്. ഇതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടാണ് നടന്നിട്ടുള്ളത്. പണം മുഴുവൻ തട്ടിപ്പിന് ഇരയായവരുടേതാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. 1000-ലേറെ പേർ ഇവരുടെ കെണിയിലകപ്പെട്ട് പണം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സൂചന. തട്ടിപ്പ് സംഘം പറഞ്ഞ 3 അക്കൗണ്ടുകളിലേക്കാണ് പരാതിക്കാരൻ പണം നിക്ഷേപിച്ചത്. വൻ ലാഭമായിരുന്നു വാഗ്ദാനം. ആദ്യം ട്രേഡിങ്ങിൽ പണം നിക്ഷേപിച്ചപ്പോൾ ലാഭമെന്ന് പറഞ്ഞ് 5000 രൂപ മാണിക്യമംഗലം സ്വദേശിയുടെ അക്കൗണ്ടിലേക്ക് നൽകി. വിശ്വാസം വരുത്താനുള്ള തന്ത്രമായിരുന്നു അത്. തുടർന്ന് കൂടുതൽ തുക ഇൻവെസ്റ്റ് ചെയ്തു. ഈ തുകകൾ മുഴുവൻ സംഘം കൈക്കലാക്കി. ഓൺലൈൻ ട്രേഡിങ്ങിൽ ചേർക്കുന്നയാൾക്ക് കമ്മീഷൻ നൽകിയാണ് ആളുകളെ വലയിൽ വീഴ്ത്തുന്നത്. ഓൺലൈൻ ടാസ്കിലൂടെയും ഇവർ നിരവധി പേരെ കബളിപ്പിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ വിപിൻ ദാസ്, ASI അജിത് കുമാർ, SCPO PS ഐനീഷ്, ജെറി കുര്യാക്കോസ് എന്നിവരാണ് ഉണ്ടായിരുന്നത്. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.